KPCC രാഷ്ട്രീയകാര്യ സമിതി കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. അതിനകത്ത് വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നത സ്വാഭാവികമാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായ ഭിന്നതയൊക്കെ വരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. KPCC നേതൃമാറ്റ ചർച്ചയിൽ ഭിന്നത രൂക്ഷം. കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവുമായി കോൺഗ്രസിലെ ഒരു വിഭാഗം രംഗത്തെത്തി. തിരക്കിട്ടുള്ള പുനഃസംഘടന തിരിച്ചടിയാകുമെന്ന് കെ സുധാകരനൊപ്പമുള്ളവർ വാദിക്കുന്നു. അതേസമയം നേതാക്കളുടെ സംയുക്ത വാർത്താ സമ്മേളനം നീളുകയാണ്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, ഒരു വാർത്താ സമ്മേളനം വിളിക്കാൻ പോലും രണ്ട് നേതാക്കൾക്ക് ഒരുമിച്ചിരിക്കാൻ ആ സമയം കൂടി കണ്ടെത്താൻ കഴിയുന്നില്ലേ? ഐക്യ വാർത്താ സമ്മേളനം എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഐക്യം അങ്ങ് അകലെയാണ് എന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇന്നലെ വാർത്താ സമ്മേളനം വിളിക്കുമെന്ന് ഈ യോഗത്തിലൊരു തീരുമാനമുണ്ടായി. പക്ഷേ ഇന്നലെ 11 മണിയായിരുന്നു സമയം പറഞ്ഞിരുന്നത്. ഇന്നലെ പക്ഷേ AICC സെക്രട്ടറി ആയിട്ടുള്ള PV മോഹന്, കേരളത്തിലെ ചുമതലയുള്ള സെക്രട്ടറിയാണ്, ഒരു അപകടം പറ്റി. പാലായിലായിരുന്നു അപകടമുണ്ടായത്. അപ്പോൾ അവിടേക്ക് പോകും, കൊച്ചിയിലെ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്, അവിടേക്ക് പോകുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ദീപദാസ് മുൻഷിയും അതോടൊപ്പം തന്നെ VD സതീശനും കെ സുധാകരനും ഇന്നലെ ഉച്ചവരെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. 3 നേതാക്കളും ഇവിടെ ഉണ്ടായിരുന്നു. ഒരു വാർത്താ സമ്മേളനം നടത്തി അങ്ങ് പോകണമെങ്കിൽ ആ വാർത്താ സമ്മേളനം നടത്താമായിരുന്നു. പക്ഷേ ഇന്നലെ അതുണ്ടായില്ല. ഇന്നിപ്പോൾ ഇതുവരെയും വാർത്താ സമ്മേളനത്തിൻ്റെ ഒരു സമയമായിട്ടില്ല. ഒന്നിച്ചിരിക്കാനുള്ള ഒരു സമയം ഇരു നേതാക്കളും പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാൽ അതങ്ങ് നീണ്ടുപോവുകയാണ്. KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉണ്ടായ വിഷയങ്ങൾ ഇന്നലെ ഒരുപക്ഷെ ഗ്രീഷ്മയുടെ വാർത്തയൊക്കെ വന്ന് ശിക്ഷാവിധിയൊക്കെ വന്നതുകൊണ്ട് അതധികം ചർച്ച ചെയ്യാതെ പോയതാണ്. അതിൽ ഒരുപാട് വിവരങ്ങൾ പുതിയതായി പുറത്തേക്ക് വരുന്നു. ശൂരനാട് രാജശേഖരനെ പോലെയുള്ള നേതാക്കന്മാർ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവിനെതിരെ. കണ്ടോൺമെന്റ് ഹൗസ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാക്കളായിരിക്കുമ്പോൾ അത് അഭയകേന്ദ്രമായിരുന്നു. ഇപ്പോൾ അതിലെ അങ്ങ് പോയി ഭയകേന്ദ്രമായി മാറി. അവിടേക്ക് പ്രവർത്തകർക്കോ നേതാക്കന്മാർക്കോ ചെല്ലാൻ കഴിയുന്നില്ല എന്ന വിമർശനം ഉന്നയിക്കുന്നു. 3-ാം വട്ടവും പ്രതിപക്ഷത്തിരിക്കാൻ വയ്യെന്ന് ടി സിദ്ദിഖ് പറയുന്നു. അതോടൊപ്പം തന്നെ നിരവധി വിമർശനങ്ങൾ ഇത്തരത്തിൽ നേതൃത്വത്തിനെതിരെ ഉയരുകയാണ്. അടിയന്തരമായി പുനഃസംഘടന എന്നുള്ള ഒരു നിലപാടിലാണ് VD സതീശനും കൂട്ടരുമുള്ളത്. സുധാകരനെ മാറ്റി മുന്നോട്ട് പോകണമെന്ന് പറയുമ്പോൾ സുധാകരനെ ഉടനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ പോകുന്നത് തിരിച്ചടി മാത്രമല്ല പകരം മറ്റാര് എന്നൊരു ചർച്ച. ഇതൊന്നും പാർട്ടിക്ക് ഗുണകരമാകില്ല എന്നുള്ളതാണ് പറയുന്നത്. ഒന്നിച്ചു നിന്നില്ലെങ്കിൽ 3-ാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്ന ഉറച്ച നിലപാട് സ്വീകരിക്കുന്നു ഭൂരിഭാഗം നേതാക്കളും. ഗ്രൂപ്പിനും ഇതേ നിലപാട് തന്നെയാണുള്ളത്. രമേശ് ചെന്നിത്തലയും കൂട്ടരും ഈ വിഷയത്തിൽ പരസ്യമായൊരു നിലപാട് എടുക്കേണ്ട എന്നുള്ള തലത്തിലേക്ക് പോവുകയാണ്. AICC കടുത്ത അതൃപ്തിയുണ്ട്. ദീപദാസ് മുൻഷി ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ ജയിക്കുന്നു, ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ജയിക്കുന്നു, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മെച്ചമുണ്ടാക്കുന്നു, UDF മെച്ചമുണ്ടാക്കുന്നു. ഇതിനെല്ലാം ഇടയിൽ KPCC പ്രസിഡന്റ് മാറണം, അതുപോലെ തന്നെ കണ്ടോൺമെന്റ് ഹൗസിന്, അതായത് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിനും പ്രതിപക്ഷ നേതാവിനുമെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനമുയരുന്നു. ഇതൊക്കെ ഇപ്പോൾ നേരത്തെ ടി സിദ്ദിഖ് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, 3-ാം തവണയും പ്രതിപക്ഷത്തിരിക്കാൻ വയ്യ. പക്ഷേ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന UDFന് കോൺഗ്രസിന് നൽകുന്ന ശുഭ സൂചനകളാണോ ഇത്തരം പ്രശ്നങ്ങൾ? 3-ാം തവണയും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിൽ പടിവാതിൽക്ക് എത്തി നിൽക്കുന്നു. സംഘടനാ സംവിധാനം തകർന്ന് തരിപ്പണമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പ്രവർത്തകർക്കിടയിൽ ആ വികാരം ശക്തമാണ്. അങ്ങനെ കിടക്കുന്ന ഒരു സംഘടനാ സംവിധാനത്തെ പുനരുജ്ജീവിപ്പിക്കാൻ എന്ത് വേണം എന്ന് തീരുമാനിക്കാനായിരുന്നു ചർച്ച. നേതാക്കൾ ഒന്നടങ്കം ഈ സംഘടനാ പ്രതിസന്ധി, താഴെത്തട്ടിലുള്ള സംഘടനാ പ്രതിസന്ധി ചർച്ച ചെയ്തു. താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് ഒരു ആവേശം പകർന്ന് മുന്നോട്ട് പോകാൻ പരുവത്തിനുള്ള നേതൃത്വമല്ല ഇതെന്നുള്ളതായിരുന്നു ഭൂരിഭാഗം നേതാക്കളുടെയും വിമർശനം. ആ വിമർശനമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു ചർച്ച ആരംഭിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിലവിൽ കോൺഗ്രസിനുള്ളത് 21 സീറ്റുകളാണ്. ആ 21 സീറ്റുകളിൽ, ഇത് സതീശൻ പറഞ്ഞ കാര്യമാണ് യോഗത്തിൽ, 21 സീറ്റുകളാണ്. 21-ൽ ഒരു 42 സീറ്റുകളിൽ കൂടി വിജയിക്കാനുള്ള ഒരു അവസരം നിലനിൽക്കുന്നുണ്ട്, ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അവിടം കേന്ദ്രീകരിച്ച് മൊത്തം 63 സീറ്റുകളിൽ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. അതിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി AP അനിൽകുമാർ രംഗത്തെത്തി. അനിൽകുമാർ പറഞ്ഞത് എങ്ങനെയാണ് VD സതീശൻ ഈ 63 സീറ്റുകൾ കണ്ടെത്തിയത്, അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ചത്, എവിടെയാണ് ഒരു ചർച്ച നടന്നത്, ഇത് തീരുമാനിക്കാൻ സതീശൻ ആരാണ് എന്ന് ചോദിച്ചു. സതീശൻ ചർച്ച പൂർത്തിയാക്കാതെ ഇരുന്നു. പിന്നീട് തുടർന്ന് ഈ മറുപടി പ്രസംഗം പൂർത്തീകരിക്കണമെന്ന് പല നേതാക്കളും VD സതീശനോട് ആവശ്യപ്പെട്ടു. പക്ഷേ സതീശൻ ആ ചർച്ച പൂർത്തീകരിച്ചില്ല എന്നുള്ളതാണ് ആ യോഗത്തിൽ നിന്നും പുറത്തു വരുന്ന വാർത്ത. അതിരൂക്ഷമായ തർക്കം സതീശനും അതോടൊപ്പം തന്നെ AP അനിൽകുമാറും തമ്മിലുണ്ടായി. ഇങ്ങനെ, അതായത് AP അനിൽകുമാർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെയുള്ളൊരു സൂചനയാണ്. VD സതീശനെതിരെ AP അനിൽകുമാർ പരസ്യമായി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അത് KC വേണുഗോപാലിന്റെ കൂടി ഒരു അറിവോടെയുള്ള ഒരു വിമർശനം. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ നടന്ന ചർച്ചകൾ, അതുപോലെ തന്നെ KPCC നേതൃത്വം ഒഴിയണം എന്നുള്ള രീതിയിലുള്ള പാർട്ടിക്കുള്ളിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക്